നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്ന് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ, അതുപോലെ പൂർത്തീകരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോ ദിവസത്തെ റീഡിങ്സും എടുക്കുന്നത് കേട്ടോ. അന്നുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ ഒരു മോട്ടിവേഷൻസ് പോലെ കണ്ട് കടന്നു പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി നൽകുന്ന റീഡിങ്സ് ആണ്. നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ഒക്കെ നിങ്ങളെ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകാൻ സഹായിക്കുന്നതാണ്. അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും എപ്പോഴും പറയും പോലെ ഇട്ടിട്ടുണ്ട്. വരാഹി മന്ത്രം രാത്രി 8 മണിക്ക് ശേഷം മാത്രം ചൊല്ലുക. തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള ബ്ലോക്കേജുകളും മാറും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ ഇരുട്ടിലേക്ക് തള്ളുന്ന ഏത് സിറ്റുവേഷൻസിൽ നിന്നും, ഏത് ദുരിതങ്ങളിൽ നിന്നും, ഏത് ദുഃഖങ്ങളിൽ നിന്നും നിങ്ങളെ കരപിടിച്ച് ഉയർത്തുന്ന രീതിയിലുള്ള മന്ത്രം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനർജിയാണ്. പണം എന്ന ആ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകാനും പല മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമാകുന്ന സപ്പോർട്ട് ലഭിക്കാനുമുള്ള ഒരു എനർജിയാണ് മണി അഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മണി അഫർമേഷൻസ് ഡെയിലി ചൊല്ലാൻ ശ്രമിക്കണം. നിങ്ങൾക്കത് എപ്പോഴും നാവിൽ ഉരുവിട്ടുകൊണ്ട് നിങ്ങളുടെ ജോലികളിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിക്കാവുന്നതാണ്. വരാഹി മന്ത്രം മാത്രം നൈറ്റ് ചൊല്ലുക. ഇതെന്നും പറയുന്നത് നമുക്ക് പുതിയ പുതിയ വീഡിയോസുകൾ കാണുന്നവർ നമ്മളോട് വന്ന് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് എന്താ എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്നും ഇതിൽ പറയുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ബാലൻസ് കാണാൻ ശ്രമിച്ചോ കേട്ടോ, സ്ഥിരമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നവർ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരാൻ പോകുന്ന കാര്യങ്ങളിൽ ഫസ്റ്റ് തന്നെ ദ ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് വളരെ ശക്തമാകുന്ന ഒരു എനർജിയിലേക്ക്, അതായത് ഒരു മെച്യൂരിറ്റിയോട് കൂടി ഇന്ന് നിങ്ങൾ പല കാര്യങ്ങളെയും കാണേണ്ടി വരും. നിങ്ങൾ ഇന്നൊരു പ്രകാശമാകണമെന്നാണ് കാണുന്നത്. മറ്റ് സിറ്റുവേഷൻസുകളിൽ നിന്നെല്ലാം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രോബ്ലംസിനെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളെ നിങ്ങൾ തരണം ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിങ്ങളിന്ന് നിങ്ങൾക്കൊരു പ്രകാശമാകുക, നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ളൊരു മാർഗം നിങ്ങൾ കണ്ടെത്തുക എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് അതിനുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു. അതുപോലെ അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഹീലാക്കാൻ, അതല്ലെങ്കിൽ ഒന്ന് ബാലൻസിൽ കൊണ്ടുവരാൻ ഇന്നത്തെ ദിവസം സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എത്ര ഏജ് കുറഞ്ഞ വ്യക്തികളാണെങ്കിലും നിങ്ങൾ വളരെയധികം ഏജ്ഡായി, അതായത് മെച്യൂരിറ്റി ഉള്ളൊരു പേഴ്സണെ പോലെ മറ്റുള്ളവർക്ക് ഒരു മാർഗനിർദ്ദേശം പറഞ്ഞു കൊടുക്കാൻ, അതല്ലെങ്കിൽ നല്ല ഒരു അഡ്വൈസർ ആവാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസമായിട്ടും, അതല്ലെങ്കിൽ അങ്ങനെ ഒരു കർമ്മം നിങ്ങളിന്ന് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ മാനസികമായി തകർന്നും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എനർജി ആയിക്കോട്ടെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുടുംബത്തിനുള്ളിലുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ, നല്ല രീതിയിൽ മെച്യൂരിറ്റിയോടുകൂടി ഒരു ഗാർഡിയൻ്റെ എനർജിയോടുകൂടി ഒരു അഡ്വൈസ് കൊടുക്കാനും, അല്ലെങ്കിൽ ഒരു വെളിച്ചം പകർന്നു കൊടുക്കാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നതാണ് കാണുന്നത്. അതുപോലെ പാസ്റ്റിലെ പല പ്രശ്നങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കണക്റ്റ് ചെയ്തുകൊണ്ട് പോയ ചില കാര്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒന്ന് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഒരു വിശ്വസ്തയോടുകൂടി എല്ലാവർക്കും നിങ്ങളോടൊരു വിശ്വസ്തത, ഒരു ആത്മാർത്ഥത തോന്നുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങളും ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വളരെയധികം ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വന്നു ചേരുന്നു, നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇന്ന് ഒരു പുതിയ തുടക്കം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുന്നത് നല്ല രീതിയിൽ
നല്ല മെച്യൂരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരു ഗാർഡിയൻ്റെ എനർജിയിലൂടെ ഇന്ന് നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇന്ന് സൗഹൃദ ബന്ധങ്ങളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുമായിട്ട് പിണക്കത്തിലിരുന്ന, ബൗണ്ടറി ഇട്ട് നിന്ന, നിങ്ങളുമായിട്ട് വളരെ കോൺഫ്ലിക്റ്റ് ആയിട്ട് നടന്നിരുന്ന ചില ഇമോഷൻസുകൾ, നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയ ചില വ്യക്തികളുടെ എനർജികൾ ഇന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയും അത് നിങ്ങളെ വളരെയധികം ഇമോഷണൽ ഹാപ്പിനെസ്സിൽ ഏറ്റവും ടോപ്പ് എനർജിയിൽ മറന്നൊരു സന്തോഷം ഇന്നത്തെ ദിവസം ഇമോഷണലി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. ഒന്നെങ്കിൽ പാസ്റ്റിൽ നിന്നുള്ള ഒരു ബന്ധം, ഒരു സൗഹൃദ ബന്ധം നിങ്ങളെ തേടി വരും. നിങ്ങളുമായിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ട് പിരിഞ്ഞു നിന്ന ഒരു ബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു സ്നേഹം, ഒരു സ്നേഹോപകാരവുമായിട്ട്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു നല്ലൊരു ദിവസം, ഒരു പോസിറ്റീവ് ദിവസത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിന്ന് ചില ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുമെല്ലാം അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതൊരു വാക്കുകൊണ്ടാവാം, ചില വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടാവാം, ചില സമ്മാനങ്ങൾ ലഭിക്കുന്നതാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വളരെ ഇമോഷണൽ സന്തോഷം, അത് നിങ്ങളുടെ കണ്ണുകളെ നിറയിക്കുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിന്നവരുടെ സാന്നിധ്യം നിങ്ങളെ തേടി വരുന്നുണ്ട്. അതുപോലെ എനിക്ക് ഇതിനകത്തൊരു ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ. അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ്റെയൊക്കെ നിങ്ങളുടെ പാർട്ട്ണറുടെ അരികിലേക്കുള്ള ഒരു യാത്ര ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്നു. ചിലപ്പോൾ കാലങ്ങളായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്നിരുന്ന, നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാതെ നിങ്ങൾ വളരെ ഡിവൈൻ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി വെയിറ്റിംഗ് ചെയ്തിരുന്ന ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു കൂടിച്ചേരലിന് വേണ്ടിയിട്ട് ചില എനർജികൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു മൂമെൻറ്റ്സ്, നിങ്ങളിൽ നിന്നും വിട്ടു നിന്ന വ്യക്തികൾ, നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ വ്യക്തികളുടെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുടെ അരികിലേക്ക് നിങ്ങൾക്കൊരു യാത്ര കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു സന്തോഷത്തിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു വളരെയധികം നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മളീ പറയുന്നതെല്ലാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില ഗുഡ് ന്യൂസുകളാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാവാം, അതല്ലേ നിങ്ങൾ അവരെ സന്ദർശിക്കുന്ന ഒരു എനർജിയിലേക്ക് എത്തിച്ചേരുന്നതാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചീറ്റിംഗ് സംഭവിച്ച്, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ ചില വ്യക്തികൾ, നിങ്ങളെ ഇമോഷണലി തകർത്ത് കടന്നുപോയ ചില വ്യക്തികളുടെ ഒരു മൂമെൻറ്റ്സ്, ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വീണ്ടും ആ ഒരു പഴയ സ്നേഹത്തോടു കൂടി നിങ്ങളെ ചേർത്ത് പിടിക്കാനെന്നുള്ള ആഗ്രഹത്തോടു കൂടി കടന്നു വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഒരു ടോപ്പ് എനർജിയിൽ, ഒരു കൺട്രോളിങ് പവറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ, നിങ്ങൾ ഫോക്കസിങ് ചെയ്തിരുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു. ചിലപ്പോൾ ഈ കരിയറിലായിരിക്കാം, ബിസിനസ് പരമാകുന്ന കാര്യങ്ങളിലായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ തന്നെ നിങ്ങൾക്ക് മാറ്റി മറിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സിറ്റുവേഷൻസിലാവാം. നിങ്ങൾ എത്രത്തോളം ഹൈ പൊസിഷനിൽ എത്താനാണോ ആഗ്രഹിച്ചത് ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നു. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാവാം, അതല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ചില ഗുഡ് ന്യൂസുകൾ കരിയർ എനർജിയിലോ നിങ്ങളുടേതായ ആ ഒരു ജീവിത പാതയിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്ത പാസ്റ്റിലെ ഒരു കരിയർ എനർജി നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയൊരു സെൽഫ് ഡിസിപ്ലിനായിട്ടുള്ള ഒരു എനർജിയിലേക്ക് എത്തിക്കുന്ന ഒരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും നിങ്ങളൊരു മാനിഫെസ്റ്റിംഗ് എനർജി നടത്തിയതിനകത്ത് നിങ്ങൾക്ക് വലിയ ഒരു റിസൾട്ട് കിട്ടുന്നു, ഒരു വലിയൊരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നു. അത് പാസ്റ്റിൽ നിന്ന് വരുന്നതാണ്. അതല്ലേ നിങ്ങൾ പാസ്റ്റിലേക്ക് അതിശക്തമായിട്ട് തിരിച്ചു പോകുന്ന ഒരു എനർജിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഇനി നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് ഇന്ന് ചില നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു കയറ്റയിറക്കം ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില നഷ്ടങ്ങൾ, നമ്മൾ ലാഭം പ്രതീക്ഷിക്കുന്ന ചില സ്ഥലങ്ങളിൽ നമുക്ക് നഷ്ടങ്ങൾ വന്നു ചേരാം. നമ്മുടെ ഒരു പാഷൻ ആയിരുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് നഷ്ടങ്ങൾ
വരാം. അപ്പം ഫിനാൻഷ്യൽ പരമാകുന്ന ചില സമയം ഇന്നത്ര പോസിറ്റീവ് അല്ല, കാലചക്രം നിങ്ങളോടൊപ്പമായിരിക്കില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ബ്ലോക്കേജ് വരുന്ന രീതിയിൽ നിങ്ങളെ അല്ലെങ്കിൽ ഇമോഷണലി ബ്ലോക്കാക്കി വെച്ചിരിക്കുന്ന ചില വ്യക്തികളുമായിട്ടൊരു ഫൈറ്റിംഗ് എനർജി, ഒരു തർക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ഒരു കോൺഫ്ലിക്റ്റ് പോലുള്ള ചില സാഹചര്യങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ളൊരു ഫൈറ്റിംഗ് എനർജിയാണ്. ഒന്നെങ്കിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിന് ചൊല്ലിയുള്ള ഒരു പ്രശ്നമാവാം, നിങ്ങളുടെ ഫാമിലിപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ടോ ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഫലമായിട്ടാവാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം, അതിൽ ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലിൽ പറ്റിപ്പോയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്താവാം. എന്താണെങ്കിലും അത് ആ ഒരു കാര്യത്തിൽ ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ അതായത് ഒരു ബ്ലോക്കാക്കി കളഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ ഈ ഫിനാൻസ് കൊടുത്തിട്ട് അത് സമയത്തിന് തിരിച്ച് കിട്ടാതെ വന്നതിൻ്റെ പേരിലൊക്കെ ആവാം. എന്താണെങ്കിലും ആ ഒരു അതായത് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ കണ്ണ് കെട്ടി കളഞ്ഞു എന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ സ്റ്റക്കാക്കി, നിങ്ങൾ വിശ്വസിച്ച സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് വളരെ ശക്തമാകുന്നൊരു തിരിച്ചടി ലഭിച്ചൊരു സിറ്റുവേഷൻസ് ആവാം. ആ ഒരു കോൺഫ്ലിക്റ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്ത് വിടുക കേട്ടോ. നെക്സ്റ്റ് ഒരു യാത്രാ എനർജി അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജീനെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഒരു ടീം വർക്ക് എനർജിയിൽ നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ട്, ഒരു ബിസിനസ് സംരംഭമാവാം, നിങ്ങൾ ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊന്നെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ ആകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരാം, അല്ലെങ്കിൽ കാണേണ്ടി വരാം, അനുഭവിക്കേണ്ടി വരാം. അപ്പം ആ ഒരു സാഹചര്യത്തിലും ഇന്നത്തെ ദിവസം നിങ്ങളൊരു കൺട്രോളിങ് പവർ എടുക്കുക. അതായത് ഒരു ടീം വർക്ക് എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്തുള്ള എന്തെങ്കിലും ഒരു വെയിറ്റിങ്ങിനാണെങ്കിൽ, ഒരു കാത്തിരിപ്പിൻ്റെ ഫലമെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പം അവിടെയും ഒരു കൺട്രോളിങ് പവർ വളരെ ശക്തമായിട്ട് എടുക്കുക എന്ന് കാണുന്നുണ്ട്. അതുപോലെ എഫോർട്ടിങ് എടുക്കുന്ന ചില കാര്യങ്ങളിൽ, അതായത് ഫിനാൻഷ്യലി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം മറ്റാരെയും ഒന്നും മുഖം നോക്കാണ്ട് നിങ്ങൾ എഫോർട്ട് എടുക്കുന്ന ചില കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യുക എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പം അതായത് ഒരു യാത്രയാവാം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമാകാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം, നിങ്ങൾ എഫോർട്ട് എടുക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വന്ന് ചേരാൻ പോകുന്നു. ചെറിയൊരു മാറ്റങ്ങൾ, ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് ഒരു ബിഗ് ചേഞ്ചിങ്, ഒരു വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചിങ് എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു. അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, ഒരു പേഴ്സൻ്റെ എനർജി ആവാം. എന്താണെങ്കിലും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ചില കാര്യങ്ങളെ പാസ്റ്റിൽ ചില സിറ്റുവേഷൻസിനെ വെച്ച് കണക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തോന്നിയാൽ പോലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസ് എടുക്കാതെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ചെയ്ത് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇമോഷണലി ഫെയിലിയറായ ഒരു ചീറ്റിംഗ് എനർജിയിൽ പെട്ട് നിരാശയുടെ വക്കിൽ, അതായത് ഒരു ഡിപ്രഷൻ എനർജിയുടെ വക്കിൽ നിൽക്കുന്ന, അതായത് വളരെയധികം ഒരു മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ ചീറ്റിങ്ങിനെ മറക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യണം. കാരണം വളരെയധികം ഡിപ്രഷൻ എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഉറക്കവുമില്ല, ഒരു പ്രാന്തമാകുന്ന ചിന്തകൾ, അതായത് ഒരു സൂയിസൈഡ് എനർജിയെക്കുറിച്ച് പോലും നിങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻസിലേക്ക് പോലും പോകാമെന്ന് ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഒന്നും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ അവരുമായിട്ട് ശക്തമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. അതായത് കോപം എന്ന ഒരു എനർജി നിങ്ങളെ വളരെയധികം പിടികൂടിയിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇമോഷണൽ ചീറ്റിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ ഒരു വലിയ ശക്തമാകുന്ന ഒരു വെല്ലുവിളിയെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരു അപമാനം നേരിടേണ്ടി വന്നിട്ടുണ്ട്, മാനഹാനി എന്നൊക്കെ പറയില്ലേ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഇമോഷണൽ ചീറ്റിങ്, നമുക്ക് പ്രഷ്യസ് ആയിട്ട് പലതും ഉണ്ടായിട്ടും അതിനെ കാണാതെ സംഭവിച്ച ഒരു ഇമോഷണൽ ചീറ്റിങ്ങിൽ നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നു. നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യണം. മെഡിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശക്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാക്കുകളെ, നിങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും കൺട്രോളിങ് ചെയ്യുക. ത്രോട്ട് ചക്രയും
തേർഡ് ഐ ചക്രയും നിങ്ങൾക്ക് വളരെ ശക്തമായി ബ്ലോക്കേജാണ്. അത് നിങ്ങൾക്ക് ലഭിച്ച ചീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് സംഭവിച്ചിരിക്കുന്നതാണ്. എന്നാൽ തന്നെ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളെയും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കൂടാതെ തന്നെ നമുക്കിവിടെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹീലാവുക കേട്ടോ. ശരിക്കും പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ ഒരു ആത്മീയ എനർജിയിലേക്ക് മാറി നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലേക്ക് മാറാൻ ശ്രമിക്കുക. ദ ഡെവിൾ എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്ന് കാണുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഡെവിൾ, അതായത് ഒരു ശക്തമാകുന്ന ബന്ധനത്തിൽ, ഒരു നെഗറ്റീവാകുന്ന വ്യക്തികളുടെ ബന്ധനത്തിൽ, അല്ലെങ്കിൽ നെഗറ്റീവാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തതായ ഒരു കാര്യം നിങ്ങൾക്ക് ബന്ധനമാണ്, നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു ഫോക്കസ് എനർജിയിൽ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുക എന്നാണ് കാണുന്നത്. ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമോഷണൽ പരമായിട്ടുള്ള നെഗറ്റീവാകുന്ന ബന്ധനത്തിൽ പെട്ട് നിൽക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റും ആരും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ അവസ്ഥ കാണുന്നില്ല, നിങ്ങൾ കരയുന്നത് കേൾക്കുന്നില്ല, നിങ്ങൾ തകർന്ന് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സെൽഫായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുക കേട്ടോ. ഇമോഷണൽ പരമായിട്ടും അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയുടെ പുറത്തും അപമാനമേറ്റതിൻ്റെ പുറത്തൊക്കെ നിങ്ങൾ സെൽഫായിട്ട് ഒരു അടച്ചുപൂട്ടി അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആയിട്ട് നിൽക്കുന്നു. ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുക എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ആത്മീയ യാത്ര കാണുന്നു, അതുപോലെ തന്നെ അബണ്ടൻസ് കാണുന്നു. നിങ്ങൾ നല്ല ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങിപ്പോകുക എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ബന്ധനത്തിലായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ടേക്ക് ആക്ഷൻ. നമ്മൾ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എടുത്തപ്പോൾ കാണിച്ചിരിക്കുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്കൊരു അബണ്ടൻസ്, ഒരു വലിയൊരു സക്സസ് നിങ്ങളെ തേടി വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇമോഷണൽ പരമാകുന്ന ബന്ധനത്തിൽ നിന്നും, അതുപോലെ തന്നെ നിങ്ങൾ എടുത്തു ചാടി ചില പുതിയ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ പെട്ട് നിൽപ്പുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ ബന്ധനത്തിലാക്കിയിരിക്കുന്നത്. അവിടെ നിന്നും തിരിച്ച് നിങ്ങൾ പോകുക, ഹീലാവുക, ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇമോഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരിക്കലും നമ്മൾ അഡിക്റ്റഡ് ആവേണ്ട ആവശ്യമില്ല. അത് വെറുമൊരു മിഥ്യ മാത്രമാണ്. അതിനൊരു പൂർണ്ണതയില്ല. അത് വന്നും പോയും ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിലും പലരോടും സ്നേഹം തോന്നും, അത് നഷ്ടപ്പെടും. പിന്നെയും പലരോടും അടുപ്പം തോന്നും, അത് നഷ്ടപ്പെടാം. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അട്രാക്ഷൻ എനർജി, സ്നേഹം, പ്രണയം, ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും ഏറ്റവും വിശ്വസ്തരായിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കൊള്ളുക. കാലം നമ്മളെ തീർച്ചയായിട്ടും സപ്പോർട്ടിങ് ചെയ്യും, നമ്മുടെ കൂടെ ഉണ്ടാകും. ഒരു പരാജയവും വരാതെ നിങ്ങളെ വിജയത്തിലേക്ക് ഉയർത്തും. നിങ്ങൾ സത്യസന്ധരായി മുന്നോട്ട് പോയാൽ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞു പോയവരെ തീർച്ചയായിട്ടും വിട്ടുകളയുക, അവരെ സ്വതന്ത്രരാക്കുക. അവരെ നിങ്ങളുടെ ഇമോഷൻസ് വെച്ച്, നിങ്ങൾ കരയുന്ന ഇമോഷൻസ് വെച്ച് ബന്ധനത്തിലാക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.